മാവേലിക്കര താമരക്കുളം പച്ചക്കാട് മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തുകളിലെ സ്റ്റേഡിയങ്ങൾ, കളിക്കളങ്ങൾ എന്നിവയ്ക്ക് പുറമെ 100ഓളം വിദ്യാലയങ്ങളിലും കളിക്കളങ്ങളായതായും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് ഏറ്റവും ആവശ്യമായ ഘടകം സിന്തറ്റിക് ട്രാക്കുകളാണെന്നും മന്ത്രി പറഞ്ഞു. താമരക്കുളം പച്ചക്കാട് മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2 സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇന്ന് 24 സിന്തറ്റിക് ട്രാക്കുകൾ കേരളത്തിൽ പണിയാൻ കഴിയും. 6 എണ്ണത്തിന്റെ വർക്ക് അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കുമെന്നാണ് ഞങ്ങളുടെ എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്. ഞാനത് വിശ്വസിക്കുകയാണ്. കാരണം കായിക പ്രതിഭകളെ വാർത്തെടുക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് സിന്തറ്റിക് ട്രാക്കുകൾ. അതിന്റെ നിർമ്മാണം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് നടത്താം. പഞ്ചായത്തുകളിലെ സ്റ്റേഡിയങ്ങൾ, കളിക്കളങ്ങൾ എന്നിവയ്ക്ക് പുറമെ 100ഓളം വിദ്യാലയങ്ങളിലും കളിക്കളങ്ങൾ ആയതായും കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും ആവശ്യമായ ഘടകം സിന്തറ്റിക് ട്രാക്കുകളാണെന്നും മന്ത്രി പറഞ്ഞു. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി വള്ളികുന്നം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. തെക്കേക്കര പഞ്ചായത്തിലും സ്റ്റേഡിയം എന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു. നമ്മുടെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി സ്ഥലം കണ്ടെത്തി. അതിനുശേഷം പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ 56 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെയും സ്റ്റേഡിയത്തിന്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു. MS അരുൺകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിനൊപ്പം കായിക വകുപ്പ് അനുവദിച്ച തുക കൂടി വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. MS അരുൺകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച 20 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പച്ചക്കാട്ടിൽ മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ഷീജാദേവി, വൈസ് പ്രസിഡന്റ് റിനി തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ S റീന, ശ്രീജ, അഭിലാഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം G വേണു, CDS ചെയർപേഴ്സൺ D സതി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ B ബിനു, P രഘു, പ്രഭ മറ്റപ്പള്ളി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ സജി തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.